പെയിൻ ഓഫ് റിഗ്രറ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാ? അതായത് നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് ചിന്തിച്ചിട്ട് അതിനെപ്പറ്റി ഒരുപാട് സംസാരിച്ചിട്ട് അത് പക്ഷേ ഒന്നും ചെയ്യാതെ നമ്മൾ ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയപ്പം അന്ന് ചെയ്യാനായിരുന്നു. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ബാക്കിയുള്ളവർ ചെയ്തിട്ട് അവർ നല്ലൊരു ജീവിതം ഇന്ന് ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദനയല്ലേ, അതാണ് ദ പെയിൻ ഓഫ് റിഗ്രറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാലേ സക്സസ്ഫുൾ ആയിട്ട് സന്തോഷവും സമാധാനത്തോടെ ജീവിക്കുന്ന ആൾക്കാർ ഇന്ന് എന്തുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് വെച്ചാല് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നില്ല, അവർ ചെയ്തു. പക്ഷെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു ചെയ്യണമെന്ന്, പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, നമ്മൾ ചെയ്തില്ല. ഇത് പ്രൊഫഷണലി ആവാം, പേഴ്സണൽ കാര്യത്തിലാവാം, നമ്മുടെ വീടിന്റെ കാര്യത്തിനും ആവാം. നമുക്ക് സമാധാനം സന്തോഷമുള്ളൊരു ജീവിതം വേണമെങ്കിൽ നമ്മളത് ആ ഒരു ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഡിസൈഡ് ചെയ്യണം. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമല്ല നമ്മൾ ജീവിക്കണമെങ്കിൽ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ 5 വർഷം മുമ്പ് നിങ്ങളത് ചിന്തിച്ചത് മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഇറ്റ്സ് നെവർ ടു ലേറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നും ആ ഒരു ചിന്ത ഇന്നും കൂടി ചിന്തിച്ചിട്ട് അത് ആക്ഷനിലേക്ക് മാറ്റാം. അത് നമുക്ക് ഇപ്പോഴും ട്രൈ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന ജീവിതം അന്ന് നമുക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അത് വൺ ഓഫ് ദ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വിൻസ് നമ്മൾ അത് ആഘോഷിക്കാത്തതുകൊണ്ടാണ്, അത് സെലിബ്രേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് അതിന് വേണ്ടി റിസർച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ വിൻ, ദാറ്റ് ഈസ് ഓൾസോ എ വിക്ടറി. അറ്റ്ലീസ്റ്റ് നിങ്ങളത് ട്രൈ ചെയ്തു, നിങ്ങളത് എണീറ്റ് നിന്ന് അത് ചെയ്തു അല്ലേ. ഓൾവേസ് സെലിബ്രേറ്റ് സ്മോൾ വിൻസ്, സ്മോൾ വിക്ടറീസ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സന്തോഷം കിട്ടും. ആ ഒരു സന്തോഷത്തോടു കൂടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ഈ ഒരു തോട്ട് ഞാൻ ഈ വ്ളോഗിൽ ഷെയർ ചെയ്യുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ട്രാവൽ ഡേ വ്ളോഗാണ്. അതായത് അന്ന് എനിക്ക് യാത്ര ചെയ്യാനുണ്ടായിരുന്നു. പിന്നെയാണ് ഞാനിപ്പോൾ ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ ഈ വ്ളോഗ് എനിക്ക് എന്താ പറയുക ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബട്ട് ഐ എം തിങ്കിങ് അപ്പോൾ ഇന്ന് സ്കിപ്പ് ചെയ്തിട്ട് എനിക്ക് നാളെ ചെയ്യാനായിരുന്നു. ബട്ട് അക്കോർഡിംഗ് ടു മൈ പ്ലാൻ എനിക്ക് ഇന്ന് ചെയ്യേണ്ട ദിവസമാണ്, വ്ളോഗ് അപ്ലോഡ് ചെയ്യേണ്ട ദിവസമാണ്. അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്ന ആൻഡ് ഹോപ്പ്ഫുള്ളി ഐ വിൽ അപ്ലോഡ് ഇറ്റ് ടുഡേ. ദാറ്റ്സ് എ സ്മോൾ വിൻ അല്ലേ. അപ്പോൾ ഞാൻ അത് ചിന്തിച്ചതുകൊണ്ടാണ് ഈ ഒരു തോട്ട് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ അന്നത്തെ രാവിലെ തലേന്ന് തന്നെ അപ്പോൾ രാവിലെ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഈസി ആയിട്ടുള്ള ലഞ്ചും, അതായത് ഈവനിങ് ആയിരുന്നു എനിക്ക് പോകാനുള്ളത്. അപ്പോൾ തലേന്ന് മീൻകറി കുറച്ചധികം വെച്ചു. അപ്പം അത് രാവിലെ പത്തിരിയുടെ കൂടെ പത്തിരി ഉണ്ടാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ പത്തിരിയും ഞാൻ രാത്രി തന്നെ കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു പരിപാടി ഇല്ലായിരുന്നു ചെയ്യാൻ. പിന്നെ മോക്ക് വേണ്ടി ഓട്സ് കാച്ചിയെടുത്തു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ്സ് ഓട്സ് ആയിരുന്നു. ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. രാവിലെ നമുക്ക് പെട്ടെന്ന് ഒരു ഓഫീസ് മീറ്റിംഗ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ദിവസങ്ങളിൽ വീട്ടിലെല്ലാവരും ഓവർനൈറ്റ്സ് ഓട്സ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പരിപാടിയും ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ഓവർനൈറ്റ്സ് ഓട്സ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബേസിക്കലി പറയുകയാണെങ്കിൽ റോൾഡ് ഓട്സ് വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ റോൾഡ് ഓട്സ് ഇല്ല, ക്വിക്ക് ഓട്സ് ആണുള്ളത്. അപ്പോൾ തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഓട്സിന് മുകളിൽ പാൽ ഒഴിച്ച് കുറച്ച് നട്ട്സ് ഇട്ടിട്ട് ഡേറ്റ്സും ഇട്ടു. എന്നിട്ട് ചിയ സീഡ്സും പിന്നെ മിക്സ്ഡ് ഓഫ് സീഡ്സ് ഉണ്ട്, പല ഈ പംകിൻ സീഡ്സും എല്ലാം കൂടി വരുന്നത്, അതിൻ്റെ ഒരു 2 സ്പൂൺ ഇട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ മേപ്പിൾ സിറപ്പോ ഇല്ലെങ്കിൽ ഹണിയോ ഷുഗറോ ഇടാം. പക്ഷേ എനിക്ക് മധുരം അത്ര നിർബന്ധമല്ല. പിന്നെ ഡേറ്റ്സിൽ ഓൾറെഡി മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു കേട്ടോ. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് അതിന് മുകളിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട്, ആപ്പിളായിരുന്നു ഞാൻ യൂസ് ചെയ്തത്, നിങ്ങൾക്ക് മാംഗോസോ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അത് ഇട്ടിട്ട് അത് കഴിച്ചു. അത് ഭയങ്കര എളുപ്പമാണ്, നമുക്ക് അതിനായിട്ട് രാവിലെ സമയം ചെലവാക്കുന്ന ആവശ്യമൊന്നുമില്ല. പിന്നെ രാവിലെ തന്നെ എനിക്ക് തണുത്ത ഓട്സ് കഴിക്കാൻ പറ്റില്ല. തണുത്ത സാധനം രാവിലെ തന്നെ എനിക്ക് എന്തായാലും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ്സ് ഞാനത് വെച്ചു. അപ്പോൾ ഒരു ചൂടായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ അത് കിട്ടും. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് ദാലും ബസ്മതി റൈസും പിന്നെ ആലു ഭിണ്ടി, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന. അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് തീരെ സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്ന മുമ്പ് തന്നെ അതിനുള്ള ഇപ്പോൾ ദാല് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ച് പിന്നെ ബാസ്മതി റൈസ് ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് വെണ്ടയ്ക്ക എല്ലാം കഴുകി വെച്ചിട്ട് പോയത്. ശരിക്കും ഈ ഒരു മീൽ പ്രിപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 1 മണിക്കൂർ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്തപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു മീൽ പ്രിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ ചെയ്തപ്പം പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. സോ ദിസ് എ വെരി ഷോർട്ട് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻപുട്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ളോഗ് ആൻഡ് സീ യു ഇൻ ദ എപ്പിസോഡ് ഓർ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ. ബൈ ബൈ.